നമസ്കാരം. കോൺഗ്രസിൽ പ്രിയങ്ക തൻ്റെ നിലപാടുകൾ നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയിൽ ഒരു മിനുക്കുപണിക്ക് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതായത് അങ്ങ് തുമ്മിയാൽ തെറിക്കുന്ന ഒരു മൂക്കാണെങ്കിൽ അതങ്ങോട്ട് തെറിക്കട്ടെ എന്ന മട്ടിൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ദിരയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധിയുടെ നീക്കങ്ങൾ. അങ്ങനെയാണ് ഇപ്പോൾ പ്രിയങ്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രിയങ്ക ഇറങ്ങിത്തിരിക്കുമ്പോൾ രാജ്യം വീണ്ടും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകുന്നുവെന്നാണ് പല നേതാക്കൾ പറയുന്നത്. മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലുമുള്ള തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെറുതെ അങ്ങ് ചർച്ചയ്ക്കിരുന്നാൽ മാത്രം ആ തോൽവിക്ക് തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, നടപടികൾ ഉണ്ടാവണമെന്നാണ് പ്രിയങ്ക ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾക്ക് പിന്നാലെ പാർട്ടിയിൽ പുനഃസംഘടന അത് കർശനമായിട്ട് നടപ്പിലാക്കാൻ തന്നെയാണ് പ്രിയങ്കയുടെ തീരുമാനം. അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ AICC ഭാരവാഹികളുമാണ് പാർട്ടിയെ അടിസ്ഥാന തലത്തിൽ ഇനി മുതൽ സജ്ജമാക്കേണ്ട ബാധ്യതയെന്നും പ്രിയങ്ക ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സംഘടനാ കാര്യങ്ങളെക്കാൾ ജനകീയപരമായിട്ടുള്ള വിഷയങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന പരാമർശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തെക്കുറിച്ചുള്ള പരാമർശവും ഇവിടെ ഉണ്ടായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അന്ന് അവർ ജനങ്ങൾക്കൊപ്പവും സംഘടന വേറൊരു പക്ഷത്തുമായിരുന്നു. ആളുകൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് സന്ദേശം അത് വളരെ കൃത്യമായി തന്നെ കൈമാറണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വിജയം കണ്ടുവെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്കയോടൊപ്പം ഈ വിഷയത്തിൽ ചേർന്ന് നിന്നത്. മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ശതാബ്ദി അത് വിപുലമായിട്ട് ആഘോഷിക്കാൻ കർണാടകയിലെ ബെൽഗാമിൽ ഡിസംബർ 26-ന് പ്രത്യേക പ്രവർത്തക സമിതി യോഗവും അതോടൊപ്പം തന്നെ റാലിയും സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആഞ്ഞടിക്കൽ ഇപ്പോൾ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രീതിയിൽ തന്നെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ദേശീയ മുന്നേറ്റത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതി ആഹ്വാനവും ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ച് BJPക്ക് അവസരം നൽകുകയാണ് കമ്മീഷൻ ചെയ്തത് എന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രചരണം വേണമെന്ന് ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കുകയും ചെയ്തു. അദാനി, മണിപ്പൂർ, സംബാൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തി പാർലമെന്റിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധം അത് അവഗണിക്കുന്ന രീതി, അതുപോലെ തന്നെ ആരാധനാലയ നിയമത്തിൻ്റെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ യോഗം പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. മാത്രമല്ല ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പിൽ അവിശ്വസനീയത എന്ന ഒരു വിലയിരുത്തലുകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ രണ്ടിടങ്ങളിലെയും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെ പരിശോധിച്ചുകൊണ്ട് ഒരു അവസാന വാക്കായിട്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ചയും സംസാരങ്ങളുമായി മുന്നോട്ട് പോക്കൊന്നും തന്നെ പോരാ എന്നും ഈ തോൽവിക്ക് അതിന് തക്കതായിട്ടുള്ള മറുപടികൾ അതുപോലെ തന്നെ തക്കതായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രിയങ്ക ഇപ്പോൾ ഇവിടെ തറപ്പിച്ച് പറയുന്നത് തന്നെ. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.